ഈ തലയണ എന്റെയാ, മനസ്സിലായോ? അതിൽ ഇയാളുടെ പേരൊന്നും എഴുതിയിട്ടില്ല. ഇയാൾക്ക് വേറെ എടുത്തൂടെ? അത് ഞാൻ നേരത്തെ എടുത്തതാ. ഇയാള് സാറിന്റെ വീട്ടിലേക്ക് തിരിച്ചു പോവാത്ത എന്താ? പ്ലീസ് അടി ഉണ്ടാക്കണ്ട. ഞാൻ ആകെ ക്ഷീണിച്ചിരിക്കാം. നമുക്ക് നാളെ രാവിലെ വഴക്കുണ്ടാക്കാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അതെ ഞാൻ ഇയാളോടാ ചോദിച്ചേ. ഇതെന്താ ഇത്? ഇത് ഒന്നുമില്ല. എന്തൊന്നുമില്ല. എന്തുകൊണ്ട് കാണിച്ചേ, സത്യം പറയും. ഇയാൾ എന്താ മറക്കുന്നത്? മാർക്കെ മാർക്കെ മാർക്കെ, ഇയാൾ ബ്രഹ്മചാരിയല്ലേ? ഇതിപ്പോ എവിടെയൊന്നും ഒളിപ്പിക്കുന്നേ? കണ്ടുപിടിച്ച് തീർന്നല്ലോ. ഞാൻ തന്നോട് വീണ്ടും ചോദിക്കാം, സത്യം പറയാ, എന്താ ഒളിപ്പിക്കുന്നത്? എന്താ മിസ്റ്റർ ബ്രഹ്മചാരി, എന്റെ കാര്യത്തിൽ എന്താ ഇത്ര ഇൻട്രസ്റ്റ്? എന്തെങ്കിലും കാര്യമുണ്ടോ? ഇൻട്രസ്റ്റോ? അപ്പൊ എന്താ ഒളിപ്പിക്കുന്നത് പറയില്ല അല്ലേ? എന്തിനാ പറയുന്നേ? എന്തായി കാണിക്കുന്നേ? നിങ്ങൾ നിങ്ങളുടെ ഗുണ്ടായിസം കാണിച്ച് എന്നെ വെറുതെയിലാക്കുന്നൊന്നും വിചാരിക്കണ്ട. മനസ്സിലായോ ഗുണ്ട ബ്രഹ്മചാരി? ശരി പറയണ്ട, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ. പക്ഷെ ഇയാൾ ഈ വീട്ടിൽ വന്ന ദിവസം തൊട്ട് എന്റെ മുറിയിൽ കംപ്ലീറ്റ് ആയിട്ട് ഇയാൾ അധികാരം സ്ഥാപിച്ചിരിക്കുക. പ്രൈവസി എന്ന് പറയുന്ന സാധനം പോലും കിട്ടുന്നില്ല. ചുമ്മാ വന്നതല്ല, എനിക്കിവിടെ അധികാരമുണ്ട്. ഞാൻ നിങ്ങളുടെ ഭാര്യ. നിങ്ങളുടെ അല്ല എന്റെയാണ്, എന്റെ അല്ല നിങ്ങളുടെയാണ്. നിങ്ങളുടെ അല്ല എന്റെ, എന്റെ അല്ല നിങ്ങളുടെ. നിങ്ങൾ എങ്ങോട്ടാ പോകുന്നേ? സമാധാനത്തോടെ ഉറങ്ങാൻ. ശരി, ആ ലൈറ്റ് ഒന്ന് ഓഫാക്കിയിട്ട് പോയെ. ഓ ഗോഡ്, രക്ഷപ്പെട്ടു. ഇത്ര പെട്ടെന്ന് തിരിച്ചു വന്നോ? മോണിക്ക ചേച്ചി എന്താ ഇവിടെ? അവിടെയാണെങ്കിൽ ഇഷയുടെ സൊയിലിക്കേട്, ഇവിടെ ആണെങ്കിൽ ഇതും. ഈ കൊതിരെ കൊണ്ട് വല്ലാത്ത ശല്യം തന്നെ, വല്ലാത്തൊരു തലവതിയാ. അല്ല, ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടിട്ടാ വന്നത്. നീ നിന്റെ വീട്ടുകാരെ കണ്ടിട്ടല്ലേ വന്നത്? നീ ഗുലാബ് ബംഗ്ലാവിലേക്കാ പോയതെന്ന് എനിക്കറിയാം. അല്ല, ഇതൊക്കെ ഇവർക്ക് എങ്ങനെ അറിയാം? അതൊക്കെ ചേച്ചി എങ്ങനെ അറിഞ്ഞു? അതൊക്കെ നീ വിട്ടു കളഞ്ഞേക്ക്. വീട്ടുകാരെല്ലാം കണ്ട് സംസാരിച്ചല്ലോ അല്ലേ? പൈസയുടെ കാര്യമൊക്കെ ശരിയായോ? സത്യം പറഞ്ഞാൽ നമ്മൾ രണ്ടുപേരും വേറെ വീട്ടിൽ നിന്നാണ്. പക്ഷെ നമ്മുടെ രണ്ടിന്റെ അവസ്ഥ ഡിക്റ്റു സെയിം തന്നെയാണ് ഈ വീട്ടില്. അതായത് നീ ഇപ്പൊ സഹിക്കുന്നില്ലേ, അതുപോലെ ഞാനും സഹിക്കുന്നുണ്ട്. പിന്നെ നീ ഞാനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാ, നിന്റെ വീട്ടുകാർക്ക് കാശുണ്ട്. എപ്പോ വേണമെങ്കിലും വീട്ടിൽ നിന്ന് കാശുണ്ടോന്ന് ഇവരുടെയൊക്കെ വായെടുപ്പിക്കാൻ പറ്റും. പക്ഷെ എന്റെ വീട്ടിലാണെങ്കിൽ അവര് വളരെ ദരിദ്രരാണ്. ബാങ്ക് അക്കൗണ്ടിൽ ഇതുവരെ 2000 രൂപ തികച്ചിടാൻ ഇതുവരെ പറ്റിയിട്ടില്ല എനിക്ക്. അതിന്റെ കൂടെ വീട്ടിലെ ആവശ്യങ്ങൾക്കിപ്പോ ചെലവിന് കൊടുക്കേണ്ട അവസ്ഥയാ. ഷുഗറിന്റെ പ്രശ്നമുള്ളവർക്ക് പഞ്ചസാര ഇല്ലാതെ ചായ കുടിക്കേണ്ട അവസ്ഥ അറിയാവോ? പക്ഷെ എന്റെ മനസ്സിന് ദുഃഖം മനസ്സിലാക്കാൻ മാത്രം ഇവിടെ ആരുമില്ല.
ചേച്ചി, ഞാനും ചേച്ചിയുടെ കുഞ്ഞനുജത്തി പോലല്ലേ? കൊള്ളാം മോണിക്ക, നിന്നെ സമ്മതിച്ചിരിക്കുന്നു. ഇത് പിടിച്ചോ. ഈ 2000 രൂപ ചേച്ചി വെച്ചോ. അയ്യോ, എന്താ മോളെ ഇതൊക്കെ? മോളുടെ കയ്യിൽ നിന്ന് ഞാൻ എങ്ങനെയാ പൈസ വാങ്ങിക്കുന്നത്? ഒരു കാര്യം ചെയ്, നീ ഈ പൈസ ഉണ്ടെന്ന് അമ്മയുടെ കൊണ്ട് കൊടുക്ക്. മോളെയും അനിയനെയും അകറ്റിന്റെ പാവം എനിക്ക് ഏറ്റെടുക്കാൻ വയ്യ. മോണിക്ക ചേച്ചി, അമ്മയുടെ കയ്യിൽ കൊടുക്കാൻ വേറെ കാശ് എന്റെ കയ്യിലുണ്ട്. ഈ എക്സ്ട്രാ 2000 രൂപ ചേച്ചിയുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. അപ്പൊ പിന്നെ മോളെ, ഓരോ പൈസ ഞാൻ കൂട്ടി വെച്ച് നിനക്ക് ഞാൻ തന്നിരിക്കും. നിന്റെ ഈ ചേച്ചിയുടെ കയ്യിൽ നിന്ന് നീ കാശ് വാങ്ങിയേ പറ്റൂ. എന്റെ കയ്യിൽ എക്സ്ട്രാ ക്യാഷ് ഉണ്ടായത് നന്നായി. ചേച്ചിക്ക് എന്തായാലും അത് ഉപകരിച്ചല്ലോ. ഭഗവാനെ, എന്നെ ഇതുപോലെ ഒന്ന് സമ്പന്നയാക്കണേ. എന്തായാലും ഇവളുടെ ചേട്ടന്റെ ഭാര്യ എന്നെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഭാഗ്യം. മോണിക്കടുത്ത് ഈശയെ ഗുലാം ബംഗ്ലാവിൽ എപ്പോഴാ കണ്ടത്? മുഴുവൻ ദിവസം ഞാനിവിടെ ഉണ്ടായിരുന്നല്ലോ, എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ. ഇതൊന്നും പോസിബിൾ അല്ല. നിങ്ങൾ ഇവിടുന്ന് പോവാൻ നോക്ക് പ്ലീസ്. എന്റെ അമ്മ, അപ്പൊ പ്രതിമയായിട്ട് നിന്ന പെണ്ണ് വേറെ ആരുമില്ല, ഈശോ തന്നെ ആയിരുന്നു. ആ ഇയാൾ ഉറങ്ങുവാണല്ലോ. അഥവാ ഈശയാണ് അവിടെ പ്രതിമയായി നിന്നതെങ്കിൽ ഉറപ്പായി ഇയാളുടെ കാലിൽ മുറിവുണ്ടാവും. നോക്കിയാലേ ശരിയാവും. ഇയാള് സോക്സ് ഇട്ടിട്ടാണല്ലോ ഉറങ്ങുന്നത്. ഐഡിയ. എന്നോട് ക്ഷമിക്കണേ ഹനുമാൻ സ്വാമി. നിന്റെ ഈ ഓന മണ്ടത്തരം കാരണം ഉള്ള ബ്രഹ്മചര്യം മുടങ്ങുമെന്നാണ് തോന്നുന്നത്. ഏയ് വേണ്ട 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 വേണ്ട, എനിക്ക് ഇത്രയും വലിയ റിസ്ക് എടുക്കാൻ പറ്റില്ല. നേരം വെളുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇയാള് ഇത് സ്വയം എടുത്ത് മാറ്റുമ്പോഴേക്കും എല്ലാം വ്യക്തമാവും. तू ना जरा सा भी मेरी तरह, ना कहीं से मैं तेरी तरह, मिलके भी दोनों हैं अजनबी,
കാല് വല്ലാതെ വേദനിക്കുന്നു. ഓ അമ്മ, ഓ എന്റെ കാല്. എന്റെ കാല്. ഇഷയുടെ കാലില് നല്ല വേദന ഉണ്ടെന്നാണ് തോന്നുന്നത്. ഞാൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ.